എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്യൂൻ ഓഫ് കപ്സ്, ത്രീ ഓഫ് പെന്റക്കിൾസ്, എംപറർ, സെവൻ ഓഫ് സോൾസ്, ത്രീ ഓഫ് സോൾസ്, എയ്റ്റ് ഓഫ് വാൻസ്, ഹാങ്ഡ് മാൻ. ഇതാണ് ഇന്നത്തെ കാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് പോകാം. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ വളരെ ഒരു ശാന്തത തേടുന്നതായിട്ട് കാണുന്നുണ്ട്. സന്തോഷവും ഒരു മനസ്സമാധാനവും ഒക്കെ തേടി നടക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ഇന്ന് കൂടുതലും കാര്യങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ സർഗാത്മകമായ കഴിവുകളൊക്കെ ഉയർന്നു വരുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റുന്നുണ്ട്. അത് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്. കലാകാരന്മാർക്കൊക്കെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണ്. കാരണം മറ്റുള്ളവരുടെ ഒരു അംഗീകാരങ്ങൾ കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാവരോടും വളരെ സൗമ്യമായിട്ടും ശാന്തമായിട്ടും ഇടപഴകാൻ സാധിക്കുന്നുണ്ട്. ഐക്യവും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അതുപോലെ മറ്റുള്ളവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ സന്തോഷത്തോടെ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരെയും ഒരേ ഐക്യത്തോടെ കൊണ്ടുപോകാനും ഒക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതിന് കൂടുതൽ മനസ്സിലാക്കാനും എന്താണ് പറയുന്നത് അതനുസരിച്ച് മൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്ത് കാര്യത്തെയും വളരെ കാര്യക്ഷമതയോടുകൂടി നിർവഹിക്കാനായിട്ട് ഇന്നത്തെ ദിവസം പറ്റും. എല്ലാത്തിലും നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ്സ് വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ ഒന്നിൽ നിന്നും മാറി നിൽക്കുന്നില്ല. എല്ലാത്തിലും വളരെ ഇൻവോൾവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങളോട് ആ ഒരു പരിഗണന കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്യൂനാണ്, രാജ്ഞിയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു സ്നേഹം നിങ്ങൾക്കും കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ത്രീ ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു പുതിയ കോഴ്സുകളിൽ ചേരുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയ കോഴ്സുകൾ ചേരാനോ ഉള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ കോഴ്സ് ചെയ്യാനുള്ള ഒരു അഡ്മിഷൻ കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രോജക്റ്റുകൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആരുടെ അടുത്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ ചോദിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ആൾക്കാർ, അതിൻ്റെ വ്യാപാരം നടത്തുന്ന ആൾക്കാർ, കലാകാരന്മാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ന് കൂടുതൽ വരുമാനം കിട്ടുന്നതിനും നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്. പ്രൊഫഷണൽ ജീവിതത്തിൽ പല കാര്യങ്ങളും പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങളും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. മറ്റുള്ളവരുമായി സഹകരിച്ച് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി ചേർന്ന് നിന്ന് ചെയ്യാൻ, അല്ലെ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ. ഇപ്പോൾ ഒഫീഷ്യൽ സ്പേസിലാണെങ്കിലും മറ്റുള്ളവരെ ഇൻവോൾവ് ചെയ്തിട്ട് അവരുടെയും കൂടി ഹെൽപ്പോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സഹകരണ മനോഭാവം കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം
കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ആയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതായിട്ടുമാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ഒരു 7 ഓഫ് സോൾസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഇതൊരു വഞ്ചന അല്ലെ ചതി അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ആരോ നിങ്ങളുടെ ബാക്കിൽ നിന്ന് എന്തോ നിങ്ങൾക്ക് എതിരെ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിഗൂഢമായ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കെതിരെ. ചിലപ്പോൾ വർക്ക് പ്ലേസിലുള്ള ഒരു പൊളിറ്റിക്കൽ സംഭവങ്ങളാവാം, ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഒരു വഞ്ചനയാവാം. നിങ്ങളെന്തെങ്കിലും പൈസ കൊടുത്ത് തിരിച്ച് കിട്ടാതിരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ ഒരു ചീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ഒരു ചീറ്റിങ്ങിന് ഇടയാവാതെ സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് നമ്മൾ ബോധത്തോടു കൂടി ഇരിക്കണം. ഇങ്ങനൊരു കാര്യം വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് കരുതിയിരിക്കണം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇത് റിലേഷൻഷിപ്പിലാവാനാണ് ഇതിനകത്ത് കൂടുതൽ ചാൻസ് വന്നിരിക്കുന്നത്. അതായത് 3 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്പേസിലോ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ, എങ്ങനെയാണെങ്കിലും ഒരു ചെറിയൊരു ചീറ്റിംഗ് എനർജി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അനുഭവപ്പെടും. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ സാധനങ്ങളൊന്നും നഷ്ടപ്പെടാതെ കെയർഫുള്ളായിട്ട് ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയും ഒരു ചീറ്റിംഗ് വരാം. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. 3 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് വന്നിട്ടിരിക്കുന്നത്. മാനസികമായിട്ട് വളരെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു ചീറ്റിങ്ങിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാമെന്ന്. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ വിട്ടു പോകുന്ന ഒരു വേദനയായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചീറ്റ് ചെയ്തതിൻ്റെ ഒരു വേദനയായിരിക്കും. എന്തായാലും മാനസികമായിട്ട് കുറച്ച് സംഘർഷങ്ങൾ അനുഭവത്തിൽ വരാവുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങൾ അതിനെ ഒന്ന് കരുതിയിരിക്കുക. ഇത് ചെറിയൊരു ടൈമിലേക്കുള്ള ഒരു എനർജിയാണ്. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് സമയത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു എനർജിയാണ്. അത് മാറിപ്പോവും. എന്തായാലും ഒരു ചീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഒരു വേദന അത് ഏത് ഭാഗത്തു നിന്നുണ്ടായാലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതിനെ കരുതിയിരിക്കുക. നിങ്ങൾക്കതിനെ ഓവർകം ചെയ്യാനുള്ള എല്ലാ ശക്തിയും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഓവർകം ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളിന്ന് കാര്യങ്ങൾ വേറൊരു ആംഗിളിൽ കൂടെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഈ വേദന മാറുമെന്ന് പറയുന്നത് വേറൊരു ആംഗിളിൽ കൂടി കാണുക. ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല ചിലപ്പോൾ യഥാർത്ഥത്തിലുള്ള കാര്യം, വേറൊരു കാര്യമായിരിക്കാം. ചിലപ്പോൾ ഒരു മിഥ്യാധാരണയുടെ പുറത്തുണ്ടാവുന്ന ഒരു വേദനയാവാം നിങ്ങൾക്ക്. നിങ്ങളുടെ ചിന്തകൾ കൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാവാം. ചിലപ്പോൾ കൃത്യമായ കാര്യം അതായിരിക്കില്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണ മൂലം ചിലപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങൾ കാര്യമായ ഡിസിഷൻസ് ഒന്നും ഇന്നത്തെ ദിവസം എടുക്കരുതെന്നാണ് പറയുന്നത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക. ഇന്നത്തെ ദിവസം തീരുമാനിക്കുന്ന കാര്യങ്ങൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാനാണ് പറയുന്നത്. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുകയോ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് പോവാതിരിക്കുക. അത് കാരണം ഒരു പ്രക്ഷുബ്ധമായിരിക്കുന്ന മനസ്സിനൊരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളൊന്നും അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റി വെക്കുക. നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ധ്യാനം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇൻവോൾവ് ആവാതെ ഒന്ന് പിന്തിരിഞ്ഞ് ബാക്ക് ഔട്ട് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ്മെൻറ്റ്സ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. പല കാര്യങ്ങളും നോർമലായിട്ടും വളരെ ശാന്തമായിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന വഴിയിൽ പോട്ടെ. നമ്മളതിനെ ഇൻട്രപ്റ്റ് ചെയ്യാനോ അതിനിടയിൽ കയറാനോ നമ്മൾ ബോധപൂർവം ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഒഴുക്കിനനുസരിച്ച് ഇന്നത്തെ ദിവസം പോവുക എന്നാണ് പറയുന്നത്. നമ്മൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇന്നത്തെ ദിവസം ഒന്ന്
ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടാണ് പറയുന്നത്. 8 ഓഫ് സോർട്സിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ വളരെ വേഗം മറികടക്കും എന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് ഇന്ന് വിദേശത്ത് പോകുവാനായിട്ടുള്ള ഒരു അറിയിപ്പ് കിട്ടുകയോ അല്ലെ അതിനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയോ നിങ്ങളുടെ വിസ വരികയോ ഒക്കെ ചെയ്യുന്നുണ്ട്. വിദേശവാസം നിങ്ങൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നതായിരിക്കാം. ഇവിടെ ഇപ്പം നിന്ന് ജോലി ചെയ്തിട്ട് വലിയ പ്രയോജനങ്ങളൊന്നും കിട്ടില്ല എന്ന് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിന് തോന്നുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളൊരു യാത്രയായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തായാലും വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. വിദേശത്ത് പോകാനുള്ള കാര്യമാണെങ്കിലും ചിലപ്പോൾ സ്റ്റക്കായി നിന്ന കാര്യമായിരിക്കാം. അത് വളരെ സ്പീഡായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കാര്യങ്ങളെല്ലാം പേപ്പർ വർക്ക്സുകളെല്ലാം ചിലപ്പോൾ വളരെ സ്പീഡിൽ നടക്കുന്നുണ്ടാവാം. നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും സ്പീഡിൽ നടക്കുന്നുണ്ടാവാം. ചില ആളുകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റക്കായി പോയിട്ടുണ്ടാവും, അല്ലെ അത് നിന്ന് പോയിട്ടുണ്ടാവും. നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നിരുന്നെങ്കിൽ അത് ഇന്നത്തെ ദിവസം അത് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ വേഗത്തിൽ വളരെ കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ എപ്പോഴും ഈ നിമിഷത്തെ പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണോ ആ എനർജി, ആ എനർജിയിൽ നിങ്ങൾ 100% ഇൻവോൾവ് ആവുക. ഈ നിമിഷത്തെ നിങ്ങൾ വളരെയധികം ആസ്വദിക്കുക എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു യാത്ര പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ അത് ചിലപ്പോൾ ഡ്രോപ്പായി പോയിട്ടുണ്ടെങ്കിൽ അതിന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇന്നത്തെ ദിവസം ഇൻവോൾവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു യാത്രയായിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ടുള്ള യാത്രയായിരിക്കാം, ചിലപ്പോൾ വിദേശത്തേക്കുള്ളൊരു യാത്രയായിരിക്കാം, ഫാമിലി ആയിട്ടായിരിക്കും. എന്താണെങ്കിലും ഇന്ന് വളരെ ഉള്ളൊരു ദിവസമാണ്. നിങ്ങൾ സ്റ്റക്കായി നിൽക്കേണ്ട ഒരു അവസ്ഥയല്ല. ഇന്ന് വളരെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വളരെ കാര്യക്ഷമമായി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾ എൻജോയ് ചെയ്യുക എന്നാണ് പറയുന്നത്. വേഗതയാണ് ഇന്നത്തെ ദിവസം കാണിക്കുന്നത്. വളരെ പുരോഗതി കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജിയിൽ തന്നെ ഇന്ന് നിൽക്കാൻ പറയുന്നുണ്ട്. എംപറർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു അംഗീകാരങ്ങളോ നേതൃത്വ പദവിയോ ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സ്ട്രക്ചറലായിട്ട് പ്ലാൻഡായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോൾ അതൊരു സ്ട്രക്ചറായിട്ടാണ്, ഘടനാപരമായിട്ടാണ് കൊണ്ടുപോകുന്നത്. തോന്നിയ മാതിരിയല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് വളരെ വലുതായിരിക്കുന്നു കാണുന്നുണ്ട്. കഠിനാധ്വാനം അർപ്പണബോധത്തോടും കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിന്ന് സാമ്പത്തികമായി എന്തെങ്കിലും നിക്ഷേപങ്ങളൊക്കെ നടത്താനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ പ്രയോജനപരമായ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സുകളായിരിക്കാം, ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകളാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി നേട്ടം കിട്ടുന്ന എന്ത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് നല്ല ഒരു കാര്യമായിട്ടാണ് ഭവിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഊർജ്ജസ്വലമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വളരെ പവർഫുള്ളായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആന്തരികമായിട്ട് വളരെയധികം ശക്തി നിങ്ങൾക്ക് സംഭരിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഊർജം, എനർജി എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് തരുന്നത്. ഒരു എംപററുടെ എനർജിയാണ് നിങ്ങൾക്ക് തരുന്നത്. ആ എനർജി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇന്നത്തെ ദിവസം. അതാണ് പറഞ്ഞത് നേരത്തെ, ഈ നിമിഷത്തിൽ എൻജോയ് ചെയ്യാൻ പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവരുടെയും ഒരു സ്നേഹവും ഒരു അംഗീകാരവും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ കഴിവിൽ എല്ലാവരും വളരെ ഇംപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ആരോഗ്യപരമായിട്ടും നിങ്ങളിന്ന് വളരെ സ്ട്രോങ് ആയിരിക്കും. മെൻ്റൽ സ്ട്രെങ്ത്തും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കിന്ന് നിങ്ങളുടെ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും ഉപയോഗിച്ച് എന്ത് കാര്യവും എന്ത് പ്രതിസന്ധിയെയും വളരെ കൂളായിട്ട് നേരിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്ന റീഡിങ്. ചെറിയൊരു ചീറ്റിംഗ് എനർജി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ശ്രദ്ധിച്ചിരിക്കാതെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അതിനകത്തൊരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതൊരു മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുമാത്രം ഒന്ന് സൂക്ഷിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ഊർജ്ജവും ഒരു പവറും ഒരു ആന്തരികമായ ശക്തിയോടും കൂടി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ യൂണിവേഴ്സ് സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കണ്ടാൽ എനിക്ക് കുറച്ചും കൂടി നിങ്ങളുടെ എനർജി കറക്റ്റായിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ റീഡിങ്സും കറക്റ്റായിട്ട് നിങ്ങൾക്ക് റെഫിനറ്റ് ആവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.